ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസത്തെ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ ക്ലാസ്സുകളുടെയൊക്കെ വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വേറൊരു വീഡിയോസും കൂടി ചെയ്യാണ്. ക്രാഫ്റ്റ് തന്നെയാണ്, നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസിൻ ആർട്ടും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് അതിനായിട്ട് വാങ്ങിയിട്ടുണ്ട്. ബേസിക്കായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം, അതുപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ കിറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല, എന്തൊക്കെയാണ് കിറ്റിൽ വെക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ളതുണ്ടെങ്കിൽ നമ്മൾ അതൊരു കിറ്റായിട്ട് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ വീഡിയോ കണ്ട ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് കാണാം. നമുക്ക് നോക്കാം ഏതൊക്കെ മെറ്റീരിയൽസാണ് ഇതിന് ആവശ്യമുള്ളതെന്ന്. റെസിൻ ആർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് റെസിനാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിൻ. അപ്പോൾ ഇതാ റെസിനും അതേപോലെ അതിൻ്റെ ഹാർഡ്നറും. ഇത് 100 ഗ്രാമിൻ്റെയാണ്, 100 ഗ്രാമിൻ്റെ. ഇത് 50 ഗ്രാമിൻ്റെയാണ്. ഇത് 2:1 ആണ് ഇതിൻ്റെ റേഷ്യോ. ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, ഇതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. 2:1 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് റെസിൻ ആർട്ടിന് വേണ്ടത് റെസിൻ. പിന്നെ നമുക്ക് വേണ്ടത് ഈ റെസിനൊക്കെ അളക്കാനായിട്ട് നമുക്കൊരു മെഷറിംഗ് കപ്പ് വേണം. ഇത് സിലിക്കോണിൻ്റെ മെഷറിംഗ് കപ്പാണ്. ഇത്ര വലുതിൻ്റെ ആവശ്യം വരുന്നില്ല, ചെറുതായാലും മതി. ഇപ്പോൾ നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് വലിയ ടൈപ്പാണ്. ഇതുമ്മേ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മോൾഡുകൾ. നമുക്ക് മോൾഡുകൾ ആവശ്യമുണ്ട്. ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ളൊരു മോൾഡാണ്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള വർക്കുകൾ ചെയ്യാൻ, അതുപോലെ നമ്മൾ ക്ലോക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മോൾഡ് യൂസ് ചെയ്യാം. ഉണ്ടോ, ഇത് സിൽക്കണാണ് മോൾഡ്. അപ്പോൾ ഇതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മോൾഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെതാ ഇതേപോലെ സ്ക്വയർ ടൈപ്പിലുള്ളൊരു മോൾഡ് ഉണ്ട്. ഇതുപോലെ ഷേപ്സ് നമുക്ക് പെൻഡൻറ്റ് കീ ചെയിനൊക്കെ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഷേപ്പുകളിലുള്ള മോൾഡും വാങ്ങിയിട്ടുണ്ട്. പല ഷേപ്പുകളുണ്ട്. ഇതിങ്ങനെ 3 ടൈപ്പ് മോൾഡുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, ഇതല്ല വേറെ മോൾഡുകൾ. ഇനി ലെറ്ററിൻ്റെ മോൾഡൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ 3 ടൈപ്പ് മോൾഡുകളാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നത് പിഗ്മെൻറ്റ്, റെസിൻ ആർട്ട് പിഗ്മെൻറ്റ്. ഇതിപ്പോൾ പ്യുവർ ബ്ലാക്ക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പിഗ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീക്വൻസുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇതേപോലെയുള്ള സീക്വൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫ്ലവർ ടൈപ്പിലുള്ള സീക്വൻസാണ്. ഇത് ഗ്ലിറ്റർ ആയിട്ടുള്ള സീക്വൻസ്. ഇതുപോലെ 3 ടൈപ്പ് സീക്വൻസുകൾ നമ്മൾ എടുത്തിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗോൾഡൻ ലീവ്സ്, മറ്റേ ഫ്ലേക്സ് ആണിത്, ഗോൾഡൻ ഫ്ലേക്സ്. ഇത് നമുക്കിങ്ങനെ ഒരു ബോക്സ്, ഇതേപോലെയുള്ള ബോക്സിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഗോൾഡൻ ഫ്ലേക്സുകൾ. ഇത് നമുക്ക് റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ കോപ്പർ ഫ്ലേക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡൻ ഫ്ലേക്സ്. പിന്നീട് നമുക്ക് വരുന്നത് ഇതാണ് ബ്ലോ ടോർച്ച്. ബ്ലോ ടോർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് റെസിനൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മോൾഡിൽ ഒഴിച്ച് സെറ്റാക്കുമ്പോൾ ബബിൾസ് വരുവാണെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ടുള്ളൊരു ടൂളാണിത്, ബ്ലോ ടോർച്ച്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബബിൾസ് നീക്കം ചെയ്യുക. ഇതിന് പകരമായിട്ട് നമുക്ക് ഒരു സ്പ്രേയും യൂസ് ചെയ്യാൻ പറ്റും, അതും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ബബിൾ ടോർച്ച്. ഇതുള്ളപ്പോൾ മറ്റേ സ്പ്രേയുടെ ആവശ്യമില്ല. ഇത് ബബിൾ ടോർച്ച്. ഇതാണ് ആ സ്പ്രേ എന്ന് പറയുന്നത്. റെസിൻ്റെ ബബിൾ റിമൂവർ സൊല്യൂഷനാണിത്. ഇതാണ് ആ സ്പ്രേ. ഇതിൽ ഏതെങ്കിലും ഒന്നേ ആവശ്യമുള്ളൂ, രണ്ടും വേണ്ട. ഇത് ബബിൾ ടോർച്ചും ഇത് ബ്ലോ ടോർച്ചും. ഇത് ബബിൾ റിമൂവറിൻ്റെ സ്പ്രേ ആണ്. ഓക്കെ. പിന്നെതാ ഇതേപോലെയുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെതാ ഇതുപോലെയുള്ള നമ്മുടെ പെൻഡൻസ് ഒക്കെ ചെയ്യാനും ഇത് വെച്ചിട്ട് നമുക്ക് കമ്മലൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിൽ നമ്മുടെ കമ്മൽ ചെയ്യാം, മാലയുടെ പെൻഡൻ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് കീ ചെയിനിൻ്റെ ഐറ്റംസാണിത്. ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതാ ഗോൾഡും സിൽവറും.
ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഐസ്ക്രീം സ്റ്റിക്ക്. നമുക്ക് ഇത്ര ഒന്നും വേണ്ട, 2 ഒക്കെ മതിയാവും നമുക്കതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് വെച്ച് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റാൻഡിൽ നമുക്ക് ഘടിപ്പിച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ക്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ MDFൻ്റെ കട്ടൗട്ട്, ഇത് 10 ഇഞ്ചിൻ്റെ ആണ്. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, 50-55 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ക്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റോമൻ ലെറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ലെറ്റേഴ്സാണ് ക്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ക്ലോക്കിനുള്ള നീഡിൽ, പിന്നെ ക്ലോക്കിൻ്റെ ബാറ്ററി സെറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഇതിലാണ് നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ നിന്ന് ഊരിയെടുക്കണം. ഇതിൽ ബാറ്ററി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഡ്രില്ലാണ്. നമുക്ക് പെൻഡൻ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിനൊക്കെ ഒരു ഹോള് നടുവിലിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹോള് ചെയ്യാനൊക്കെ ഇതേപോലെ ഹാൻഡ് ഡ്രിൽ ഉപയോഗിക്കും. ഇതൊരു ഹാൻഡ് ഡ്രില്ലാണ്. ഈ ഹാൻഡ് ഡ്രില്ലിൽ ഇതിൽ ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണത്തിലുള്ള നീഡിൽസ് ഇതിൽ അവൈലബിൾ ആണ്. പല ടൈപ്പ് നീഡിൽസ് അവൈലബിൾ ആണ്. ഇത്രയും നീഡിൽസ് ഇതിൽ അവൈലബിൾ ആണ്. പല ഇവിടെ സൈസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര mm ആണ് എന്നുള്ളതിൻ്റെ സൈസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരു കിറ്റായിട്ട് കൊടുക്കുന്നത്. ചെയിൻ ഉണ്ട് കേട്ടോ, നമുക്കിത് ഇടാനായിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ചെയിനുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും ഐറ്റംസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്കിനി ഒരു UV ടേപ്പ് കിട്ടാനുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നമ്മളെന്തായാലും അടുത്ത് തന്നെ വാങ്ങുന്നതായിരിക്കും UV ടേപ്പ്. പിന്നെ നമുക്ക് വേണ്ട സ്റ്റിക്കറുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു കിറ്റിൽ ഒരു സ്റ്റിക്കറും നമ്മൾ വെക്കും. അത് മെറ്റലിൻ്റെ സ്റ്റിക്കറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ OHP ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കറുകൾ, അങ്ങനെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് റെസിൻ ആർട്ടിൽ യൂസ് ചെയ്യുക. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇനി വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽസാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ്, ഇതൊക്കെ അത്യാവശ്യം കീ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് റെസിൻ ആർട്ടിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മളൊരു കിറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത്രയും മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് ഇത് നമ്മളൊരു കിറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം വലിയൊരു കിറ്റാണിത്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ കിറ്റുകളും അവൈലബിൾ ആണ്. ഇതിൽ നമുക്കൊരു UV ടേപ്പ് കൂടി വരാനുണ്ട്, അതേപോലെ മെറ്റൽ സ്റ്റിക്കറും വരാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു വലിയ കിറ്റാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ചെറിയ കിറ്റുകളും അവൈലബിൾ ആക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ട് ചെറിയ മോൾഡും അതേപോലെ മെഷറിംഗ് കപ്പ്, പിന്നെ അങ്ങനെ പെൻഡൻറ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ, കിച്ചൺ, അങ്ങനെ കുറേശ്ശെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ 500-ൻ്റെ 1000-ൻ്റെ ഒക്കെ കിറ്റുകൾ റെഡിയാക്കുന്നുണ്ട്. ആ കിറ്റുകളുടെ ഒപ്പം നമ്മൾ കിറ്റുകൾ വാങ്ങുന്നവർക്ക് ഫ്രീ കോഴ്സ് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കിറ്റുകളുടെ ഒപ്പം ഒരു ഫ്രീ കോഴ്സ് പോലെ, അതിൻ്റെ വീഡിയോ നമ്മൾ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി, ഇടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോ ഈ ഒരു മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിൻ ആർട്ടിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ റെസിനിൽ തന്നെ UV റെസിനും അതേപോലെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത് വേറെ ഉണ്ട്. അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.